പുഴയും കടന്നിലണമെങ്കിൽ കാവേരിയാണെങ്കിൽ പണം നഷ്ടപ്പെട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരിക്ക് മുൻപിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഓപ്പറേഷനുള്ള തുകയെങ്കിലും കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി കാവേരിയാണെങ്കിൽ ഒരുപാട് ആൾക്കാരോട് കയ്യും കാലും സഹായമൊക്കെ പിടിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആരും സഹായിക്കുന്നില്ല. വിനീതാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, വിനീതേട്ടാ, ഒരിക്കലും ടെൻഷനാകേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് ഈ അവസ്ഥ മറികടന്നേ മതിയാവുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. മകളുടെ, അതായത് അനിയത്തിയുടെ ഓപ്പറേഷൻ തീർച്ചയായിട്ടും നമുക്ക് നടത്തണമെന്ന് കാവേരി വിനീതിനോട് പറയുമ്പോൾ, എന്ത് ചെയ്യാനാ കാവേരി, എങ്ങനെ പണം സമ്പാദിക്കാം, എവിടെ നിന്ന് ലഭിക്കും, ആരും തരുന്നില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുമ്പോൾ ഒരാളുണ്ടല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാമെന്നേ, ചിലപ്പോൾ തന്നാലോ എന്ന് കാവേരി പറയുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു. എല്ലാം റെഡിയാണ് എന്ന് ഡോക്ടറോട് പറയുന്നു. സാവകാശം ചോദിക്കുന്നു. തുടർന്ന് ഡോക്ടറാണെങ്കിൽ കുറച്ച് സമയം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കാവേരി വിനീതിനെയും കൊണ്ട് നരേൻ്റെ അടുത്തേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. സഹായവുമായിട്ടാണ് പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.